അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ഇവിടെ നമ്മൾ ഒരു പ്രഭാഷണം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള, നമ്മുടെ മനസ്സുകളെ സംസ്കരിക്കാനുതകുന്ന, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനുതകുന്ന, തെറ്റുകളിൽ നിന്ന് നമ്മെ അകറ്റാൻ സഹായിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ CD റെക്കോർഡൊക്കെ കേട്ട് അതിന്റെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് ആമീൻ പറയാമോ? ആ പ്രാർത്ഥന സാധാരണഗതിയിലുള്ള പ്രാർത്ഥനയായിട്ട് പരിഗണിക്കാമോ എന്നാണ് നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പല ആളുകൾക്കുള്ള ഒരു സംശയം തന്നെയാണ് ഈ ചോദ്യം. എനിക്ക് പറയാനുള്ളത്, ആ പ്രാർത്ഥനകൾക്ക് നമുക്ക് ആമീൻ പറയാവുന്നതാണ്. അത് പ്രാർത്ഥനയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതും അള്ളാഹു സ്വീകരിക്കുന്നതുമാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നോ, ആ പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലും തകരാറുണ്ട് എന്നോ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു തെളിവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയാകാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ആ പ്രാർത്ഥനകൾ കേൾക്കുമ്പോ നമുക്ക് ആമീൻ പറയാവുന്നതുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. സഹോദരങ്ങളെ, ഞാനിന്ന് പ്രാർത്ഥനകൾ മൊത്തത്തില് നമ്മുടെ ഇന്നിപ്പോ ഈ മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ നമ്മുടെ TV സീരിയല്, ഇതുപോലെ ഓരോ കുടുംബത്തെയും ഒരു ക്യാൻസർ പോലെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, വലിയ മഹാമാരിയായിക്കൊണ്ടിരിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള തിന്മകളിൽ നിന്നൊക്കെ റബ്ബേ ഞങ്ങളെ കാക്കണേ എന്നുള്ള രൂപത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രാർത്ഥന നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ പ്രാർത്ഥന മാത്രം. ആ പ്രാർത്ഥന അല്പം ദീർഘിച്ചതാണ്. ദീർഘമെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ, പൗരാണിക കാലഘട്ടം മുതലുള്ള ആളുകൾ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി, അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വലാത്തുൽ ഇസ്തിഖാറ, സ്വലാത്തുൽ ഇസ്തിഖാറ, ഇത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാകൂല. എന്താ അങ്ങനെ പറഞ്ഞാൽ? സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം. നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം. ഇത് ഒരുപക്ഷെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാമായിരിക്കാം. എങ്കിൽ പോലും ഒന്ന് ഓർമ്മപ്പെടുത്താണ്, പഠിക്കാത്ത ആളുകൾക്ക് പഠിക്കുകയുമാവാം. സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ, ഇസ്തിഖാറ ഖൈർ. ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഖൈർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ? അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. നന്മ എന്നാണ് അതിന്റെ അർത്ഥം. നന്മ. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ നന്മ തേടൽ എന്നാണ് അർത്ഥം. അപ്പൊ സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം.
നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം എന്നാണ് സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ അർത്ഥം. ആ സംഭവമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുകയാണ്. പലപ്പോഴും എപ്പോഴാണ് ഈ നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്? ഇപ്പോ ഞാനും നിങ്ങളൊക്കെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാണ്. നമ്മള് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ഹലാലായ രണ്ട് കാര്യങ്ങൾ വരികയാണ്. ഏത് ചെയ്യണം എന്നറിയാതെ, ഈ രണ്ടെണ്ണത്തില് ഏത് ചെയ്യണം എന്നറിയാതെ, ഏതാണ് എനിക്ക് ഗുണം, ഏതാണ് എനിക്ക് കൂടുതൽ ഗുണം, ഏതാണ് ദോഷം എന്നറിയാതെ ചിലപ്പോ ചില മനസ്സുകൾ വിഷമിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഈ ഹലാലായ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമേതാണ്, ഏറ്റവും ഖൈർ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അത് സ്വീകരിച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അതാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം. അപ്പോ പണ്ട് കാലഘട്ടങ്ങളില്, ജാഹിലിയ കാലഘട്ടങ്ങളില് നന്മയും തിന്മയും എങ്ങനെയാണ് അവർ കരസ്ഥമാക്കിയിരുന്നത്, മനസ്സിലാക്കിയിരുന്നത്? അവര് നന്മയും തിന്മയൊക്കെ മനസ്സിലാക്കിയിരുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പക്ഷികളെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് ജാഹിലിയ കാലഘട്ടങ്ങളിൽ നന്മയും തിന്മയൊക്കെ മനസ്സിലാക്കിയെന്നറിയാമോ? ഈ പക്ഷികളെ പറത്തും. പക്ഷികൾ വലതുഭാഗത്തേക്ക് പറന്നു കഴിഞ്ഞാൽ ഇത് നല്ല കാര്യമാണ്, ചെയ്യാമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവർ ചെയ്യുമായിരുന്നു. അതുപോലെ ഇടതുഭാഗത്തേക്ക് പാറിപ്പോയാലോ ഇത് ദോഷമാണ്, തിന്മയാണ് എന്ന് മനസ്സിലാക്കി അവരത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, ചില കോലുകൾ, പ്രത്യേകിച്ച് അമ്പുകൾ പോലെയുള്ള കോലുകള് ഒരാവനാഴിയിലിട്ട് കുലുക്കും. എന്നിട്ട് അത് കുലുക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് വലിച്ചെടുക്കും. ആ വലിച്ചെടുത്ത കൊമ്പിന്മേല് ഉള്ള മുദ്രയുടെ അടിസ്ഥാനത്തിൽ ഭാഗ്യനിർഭാഗ്യങ്ങള് നിർണയിക്കുന്ന രീതിയൊക്കെ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അതിനൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ സംഭവങ്ങൾ ഇങ്ങനെയായിരുന്നു നന്മയേത് എന്നൊക്കെ അവർ കണക്കാക്കിയിരുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി തന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താ പറയുന്നറിയോ? ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഫഅവ്വല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മതഹു ബിഹാദ ദുആഇ അമ്മാ കാന അലൈഹി അഹ്ലുൽ ജാഹിലിയ്യത്തി മിൻ സജ്രി ത്വയ്രി വൽ ഇസ്തിഖ്സാമി ബിൽ അസ്ലാം. സാദുൽ മആദ്. ജാഹിലിയ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തിരുന്ന സജ്റു ത്വയ്ർ, പക്ഷികളെ പറത്തി ഭാഗ്യനിർഭാഗ്യം നോക്കുക, വൽ ഇസ്തിഖ്സാമി ബിൽ അസ്ലാം, അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യനിർഭാഗ്യം നോക്കുക എന്നിവക്ക് പകരമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമൂഹത്തിന് നൽകിയതത്രേ ഈ പ്രാർത്ഥന. ഫഅവ്വല റസൂലുള്ള പകരമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനയാണിത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനിപ്പോ നാട്ടിലേക്ക് പോകാനുള്ള ഒരവസരം വരികയാണ്. അപ്പൊ ഇപ്പോൾ നാട്ടിൽ പോണോ, അതല്ല ഒരല്പം കഴിഞ്ഞിട്ട് പോണോ? അങ്ങനെ ഹലാലായ അനുവദിക്കപ്പെട്ട ചില സംഗതികൾ നമ്മുടെ മുമ്പിലെത്താൻ. അപ്പൊ ഏതാണതില് നമ്മുടെ ദീനിനും നമ്മുടെ ഉപജീവനത്തിനും ഒക്കെ ഖൈറ് എന്ന് മനസ്സിലാകാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി
നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ട് നിർവഹിക്കുന്ന നമസ്കാരമാണ് ഈ സ്വലാത്തുൽ ഇസ്തിഖാറ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാണ് എന്ന് ചോദിച്ചാല് വളരെ നല്ല നീയത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുക. 2 റക്അത്ത് നമസ്കാരത്തിന് സാധാരണഗതിയിൽ നമ്മൾ ഫാത്തിഹ ഓതുക ഒന്നാമത്തെ റക്അത്തിൽ, അതിനുശേഷം ഖുൽ യാ അയ്യുൽ കാഫിറൂനോ മറ്റുള്ള സൂറത്തുകളൊക്കെ ഓതാം. രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് പോലുള്ള സൂറത്തുകൾ ഓതുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പറയുക, അതെ, നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നത് പോലെ നല്ല ജോലി, ഇപ്പൊ നല്ല ജോലി നമുക്ക് വരികയാണ്, നല്ല ജോലി 2 ജോലി കിട്ടാണ്. അപ്പൊ അതിലേത് നമുക്ക് പിന്നെ ഹൈറാണ് എന്ന് അറിയില്ല. അതെടുക്കണോ ഇതെടുക്കണോ, രണ്ടും പാടും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ അത് ഏതാണ് നമ്മുടെ ദീനിനും നമ്മുടെ ദുനിയാവിനും ഒക്കെ നല്ലത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇഷ്ടം പോലെ ഓരോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും, അത് അവനവന് മനസ്സിലാക്കുക. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ നമസ്കാര ശേഷം ഇപ്പൊ ഇങ്ങനെ 2 റക്അത്ത് സാധാ നമ്മൾ നമസ്കരിക്കാറുണ്ടല്ലോ, അങ്ങനെ നമസ്കാര ശേഷം എന്ത് ചെയ്യാ, 2 കൈകളും അള്ളാഹുവിലേക്ക് വളരെ വളരെ വിനയത്തോടുകൂടെ വളരെ വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ കുദറത്തും ഒക്കെ പിന്നെ മനസ്സിലാക്കിയതിന്റെ ആ ബോധ്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൈകൾ ഉയർത്തുക. എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന്റെ പിന്നെ മഹത്വങ്ങൾ വാഴ്ത്തുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, ഇതൊക്കെ എന്താണ്, അള്ളാഹുവിനെ സ്തുതിക്കലും അവന്റെ വാഴ്ത്തലുമാണ്. പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുക. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുക? എങ്ങനെയാണ് അള്ളാഹിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുക? ആർക്കാണ് പറയാൻ പറ്റുക? നബി കരീം സല്ലല്ലാഹു പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിലെ ഹംദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറയാം. പക്ഷെ ഒന്നുകൂടെ നല്ലത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറയാ. അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറയാ. എങ്ങനെയാണ് നമ്മൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക? പറയൂ. അല്ലാഹുമ്മ സ്വല്ലി വരട്ടെ. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ അള്ളാഹിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുക? പ്രിയപ്പെട്ടവരെ, മാഷാ അല്ലാഹ്, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ അബൂ നൂനു അല്ലാഹുമ്മ സ്വല്ലി, അതുപോലെ സ്വലാത്ത് ഇബ്രാഹിം, എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ? മാഷാ അല്ലാഹ്. എഴുതിയ ആളുകൾക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പടച്ച റബ്ബ് ചൊരിയട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ, ഇങ്ങനെ നമുക്ക് നിർവഹിക്കാം. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഏറ്റവും അഫ്ളലായിട്ടുള്ള സ്വലാത്ത് ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന്റെ പേര് സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്നുള്ളതാണ്. സ്വലാത്തുൽ ഇബ്രാഹിമിയ, അതിന്റെ വ്യത്യസ്തമായ രൂപം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഞാനൊരു രൂപം നിങ്ങളെ കേൾപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതാണ്
പിന്നെ സ്വലാത്ത്. ഇനി ഇതേപോലെ ഹദീസിൽ വന്നിട്ടുള്ള അള്ളാന്റെ റസൂല് പിന്നെ പഠിപ്പിച്ച സ്വലാത്ത് നമുക്ക് നിർവഹിക്കാം. ഒക്കെ സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന് തന്നെ പറയാ. റസൂൽ പഠിപ്പിച്ചത് അല്പസ്വല്പം ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. സഹോദരങ്ങളെ, അപ്പോ ഞാൻ സൂചിപ്പിച്ചത് സ്വലാത്തുൽ ഇസ്തിഖാറ എങ്ങനെയാണെന്നാ. 2 റക്അത്ത് നമസ്കരിക്കുക നല്ല നിയ്യത്തോടുകൂടെ, അങ്ങനെ സലാം വീട്ടിയ ശേഷം അങ്ങേയറ്റത്തെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഭക്തിയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക, റബ്ബിന്റെ മഹത്വം ഓർക്കുക, അള്ളാഹുവിന്റെ അപാരമായ കുദറത്തിനെ കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് ഹംദും അള്ളാഹിനെ സ്തുതിക്കുന്ന വചനങ്ങൾ പറയുക, അള്ളാഹുവിന്റെ മഹത്വങ്ങൾ വാഴ്ത്തുന്ന വചനങ്ങൾ പറയുക. അതിനുശേഷം മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുക. ആ സ്വലാത്ത് ഫിൽ ആലമീന എന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഞാനിത് പൂർത്തീകരിക്കട്ടെ. ഒറ്റ പ്രാർത്ഥനയാണെന്ന് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണത്? അതെങ്കിലും നന്നായി പഠിക്കണം എന്നുള്ള നിലക്കാണ്. അപ്പോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, പിന്നീട് ഈ ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഖാറ അത് പറയുക. എന്താണ് ആ പ്രാർത്ഥന? ശ്രദ്ധിച്ചോളൂ, എല്ലാരും കേൾക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളലികൽ അളീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅൻത അല്ലാമുൽ ഗുയൂബ്. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري أو قال عاجل أمري وآجله فاقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري أو قال في عاجل أمري وآجله فاصرفه عني واصرفني عنه واقدر لي الخير حيث كان ثم أرضني بي. ഇതാണ് പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇത് ഒരു പ്രയാസമല്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ പഠിക്കുക. കാരണം ഇതൊക്കെ പഠിക്കാത്തത് കൊണ്ടാണ് പല കാര്യത്തിലും ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അബദ്ധത്തിലൊക്കെ ചെന്ന് വീഴുന്നത്. ഏതായിരുന്നാലും പിന്നെ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയെങ്കിൽ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ തീർച്ചയായും ഞാൻ, അസ്തഖീറുക നിന്നോട് നന്മ തേടുന്നു. അസ്തഖീറുക പറഞ്ഞാല് നന്മ തേടുന്നു എന്നുള്ളതാണ്. ബിഇൽമിക നിന്റെ ജ്ഞാനം കൊണ്ട്. ആരുടെ അറിവ് കൊണ്ട്? ആരുടെ ഇൽമു കൊണ്ട്? അല്ലാഹുവിന്റെ അറിവ് കൊണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക. അല്ലാഹുവേ നിന്റെ ജ്ഞാനം കൊണ്ട് ഞാൻ നിന്നോട് ഖൈറിനെ തേടുന്നു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക. നിന്റെ കഴിവിന്റെ വെളിച്ചത്തിൽ ഞാൻ നിന്നോട് കഴിവിനെ തേടുന്നു, ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫളലികൽ അളീം. നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്നും ഞാൻ തേടുകയും ചെയ്യുന്നു. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു. തീർച്ചയായും നീ കഴിവുള്ളവനാണ്. വലാ അഖ്ദിറു ഞാൻ എനിക്ക് കഴിവില്ലാത്തവനുമാണ്. വതഅലമു നീ അറിയുന്നവനാണ്. വലാ അഅലമു എനിക്കാവട്ടെ അറിയാൻ സാധിക്കുന്നില്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്
അദൃശ്യജ്ഞാനങ്ങൾ നന്നായി അങ്ങേയറ്റം അറിയുന്നവനാണല്ലോ നീ. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ, അല്ലാഹുവേ ഈ കാര്യം, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ. അപ്പൊ അന്നഹാദ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാം, പ്രിയപ്പെട്ടവരെ, ആ കാര്യം എന്താ വെച്ചാൽ അത് പറയാന് നമുക്ക് പിന്നെ എന്ത് കാര്യമാണോ ചിലതോടെ പറയാ. ഇനി പറയാനില്ലെങ്കിൽ നന്നായിട്ട് മനസ്സിൽ വിചാരിക്കലും ചെയ്യാം. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്ന ഹാദാ എന്ന് പറഞ്ഞിട്ട് ഖൈറുൻ ലീ ഫീ ദീനി വമആശി വആകിബതി അംരി, ഈ കാര്യം എന്റെ പിന്നെ ദീനീ രംഗത്ത്, വമആശി എന്റെ ഉപജീവന കാര്യത്തിൽ, വആകിബതി അംരി എന്റെ കാര്യങ്ങളുടെ പര്യാവസാനത്തിലൊക്കെ ഖൈറാണ് എങ്കിൽ, ഇതൊക്കെ ഖൈറാണ് എങ്കിൽ, ഔ ഖാല ആജിലി അംരി വആജിലി, അതല്ല എന്റെ വർത്തമാനകാലത്തും അതുപോലെ തന്നെ ഭാവിയിലൊക്കെ എനിക്ക് ഉത്തമമാണ് എന്ന് റബ്ബേ നിനക്ക് അറിയുന്നുവെങ്കിൽ അതെനിക്ക് എന്ത് ചെയ്യണം, ഫഖ്ദിറുഹൂലി വയസ്സിറുഹൂലി, അതെനിക്ക് വിധിക്കുകയും എനിക്കത് എളുപ്പമാക്കി തരികയും, വയസ്സിറുഹൂലി ഫഖ്ദിറുഹൂലി എന്ന് പറഞ്ഞാൽ എനിക്കത് വിധിച്ചു തരികയും, വയസ്സിറുഹൂലി എനിക്കത് എളുപ്പമാക്കി തരികയും, സുമ്മ ബാരിക് ലീ ഫീഹി പിന്നീട് അതിൽ ബർക്കത്ത് അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ. ഫഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ, തീർച്ചയായും ഈ കാര്യം ശർറുൻ ലീ എനിക്ക് നാശമാണ് എങ്കിൽ, എനിക്ക് ദോഷകരമാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തില് ഫീ ദീനി എന്റെ ദീനിന്, എന്റെ മതപരമായ വിശ്വാസ കാര്യങ്ങൾക്ക്, കർമ്മകാര്യങ്ങൾക്കൊക്കെ ഇത് എന്താണ് ദോഷകരമായി ബാധിക്കാണ് എങ്കിൽ, വമആശി എന്റെ ഉപജീവന രംഗത്ത്, വആകിബതി അംരി എന്റെ കാര്യത്തിന്റെ പര്യാവസാനത്തിലൊക്കെ ദോഷകരമാണ് എന്നാണ് എങ്കിലോ, ഔ ഖാല ഫീ ആജിലി അംരി ഔ വആജിലി, അതല്ല എന്റെ പിന്നെ ഈ വർത്തമാനകാലത്തോ അല്ലെങ്കിൽ ഭാവിയിലൊക്കെ എനിക്കിത് ദോഷമൊക്കെ ആണെങ്കിൽ, ഫസ്രിഫുഹു അന്നി എന്നിൽ നിന്ന് ഇത് തിരിച്ചു കളയണമേ, വസ്രിഫ്നി അൻഹു എന്നെ അതിൽ നിന്നും തിരിക്കണമേ, എന്നിൽ നിന്നും അത് തിരിക്കുകയും എന്നെ അതിൽ തിരിക്കുകയും ചെയ്യണമേ. ഫഖ്ദിർ ലീ അൽ ഖൈറ എനിക്ക് ഖൈർ നീ വിധിക്കണമേ, ഹൈസു കാന സുമ്മ അർളിനി ബി എന്ന് പറഞ്ഞാല് പ്രിയപ്പെട്ടവരെ നന്മ എവിടെയാണോ, പിന്നെ ഹൈസു കാനർ എവിടെയാണോ, ഈ നന്മ എവിടെയാണോ അത് എനിക്ക് വിധിക്കുകയും എനിക്ക് റിളയോടുകൂടെ തൃപ്തിയോടുകൂടെ അത് തരികയും ചെയ്യണമേ എന്നാണ് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും. അപ്പോ അല്ലാഹു തആല നമുക്ക് തോന്നിപ്പിച്ചു തരും, ആ കാര്യത്തിന് നമുക്ക് തൗഫീഖ് തരും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അല്ലാഹു ആലം. അപ്പോ ഇത് പിന്നെ മാത്രമല്ല, നമുക്ക് ഏറ്റവും ഹൈറായി തേടാൻ വേണ്ടിയിട്ട് ഖുർആൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്, നമ്മൾ പിന്നെ ആലോചിക്കുക, കൂടിയാലോചനകൾ നടത്തുക. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. വശാവിർഹും ഫിൽ അംർ, കൂടിയാലോചനകൾ നടത്തുക. അപ്പോ പിന്നെ കുറച്ചൊക്കെ ഐഡിയ കിട്ടും. ഏതായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിനോട് ഈ നമസ്കാരം നിർവഹിച്ചിട്ട് ഈ പ്രാർത്ഥന നിർവഹിക്കുക. തീർച്ചയായും അത് ഏതാണ് ഖൈറ് എങ്കിൽ നമുക്ക് പിന്നെ അള്ളാഹു വിധിക്കും, എന്നിട്ട് അതിൽ അനുഗ്രഹം ചൊരിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നബിയുടെ പേര് കേൾക്കുമ്പോൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? നബിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ ഒക്കെ നമുക്ക് നിർവഹിക്കാം, ഒരു കുഴപ്പമില്ല. അതാ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.